പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത് എടത്തുവായ്ക്ക് സമീപമുള്ള തലവടി ആനപ്പറമ്പാൽ എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇവിടെ വരാൻ പ്രത്യേകമായിട്ടൊരു കാര്യമുണ്ട്. നമ്മുടെ പേജുകളിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്ന ഓരോ കാര്യങ്ങൾക്കും കുറേ അധികം വൈവിധ്യങ്ങളുള്ളതാണ്. ഇന്നൊരു കലാകാരനെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. നമസ്കാരമുണ്ടേ. ഇത് നമ്മുടെ ഒരു വളരെ അടുത്ത സുഹൃത്താണ്. സുഹൃത്തെന്ന് വെച്ചാൽ കുറേ കാലങ്ങളായിട്ട്, എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ പഠനകാലം മുതൽ ഞങ്ങൾ സീനിയർ ജൂനിയറായിട്ട് പഠിച്ചാണ്. പക്ഷെ അദ്ദേഹം ഒരു കലാകാരനാണെന്നുള്ള ഒരു അറിവ് എനിക്ക് അടുത്ത സമയത്താണ്. നമ്മുടെ ഒരു സുഹൃത്തിന്റെ ഒരു വീഡിയോ ചെയ്തു, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംസാരത്തിനിടയിലാണ് ഇന്നതുപോലെ ആനപ്പറമ്പാലുള്ള ഒരു സുഹൃത്ത് വളരെ മിടുക്കനായിട്ടുള്ള ഒരു കലാകാരനുണ്ട് എന്ന് എന്നോട് പറഞ്ഞാണ് ഞാനിവിടെ എത്താനായിട്ട് കാര്യം. പേരൊന്ന് പറഞ്ഞേക്കണം, എനിക്കറിയാൻ പേരൊക്കെ ഒന്ന് പേര് പറഞ്ഞേക്കാം. എന്റെ പേര് ബിജു ചാക്കോ. ബിജു ചാക്കോ. ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ. എനിക്ക് ബിജുവിനെ പരിചയം ഈ രീതിയിൽ ഒരു കലാകാരനായിട്ടല്ലായിരുന്നു ഈ നിമിഷം വരെയും. ബിജു ഒരു കായിക താരമായിട്ടാണ് ഞാൻ ബിജുവിനെ കണ്ടിരിക്കുന്നത്. ഈ കായിക താരം എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് കൊള്ളാം. ഞാന് നാഷണൽ സ്വിമ്മർ ആയിരുന്നു. സ്കൂൾ തൊട്ട് എടുത്ത സെൻട്രൽ ലക്ഷ്യ സ്കൂളിലാണ് പഠിച്ചത്. അങ്ങനെ ആദ്യമായിട്ട് 7ാം ക്ലാസ്സിൽ വെച്ച് നീന്തലിന് സെലക്ഷനായി. അങ്ങനെ ആ വർഷം എനിക്ക് സ്റ്റേറ്റ് പോകാൻ പറ്റിയില്ല. പിന്നെ അതിന്റെ പിറ്റേ വർഷം ഞാൻ 8ാം ക്ലാസ്സിൽ ചെന്നപ്പോഴാണ് സ്റ്റേറ്റ് പോയി. സ്റ്റേറ്റിലാണെങ്കിൽ നമ്മുടെ തോമസുട്ടി സാറ് നമ്മുടെ പ്രാക്ടീസ് ചെയ്യിച്ച് അങ്ങനെ നമ്മൾ സ്റ്റേറ്റ് പോയി. ആ വർഷം തന്നെ സ്റ്റേറ്റിൽ 2 ഫസ്റ്റും 1 സെക്കൻഡും വന്നു. അതിന്റെ തന്നെ ജൂനിയർ നാഷണൽ തന്നെ ആ വർഷം പോകാൻ സാധിച്ചു. അത് കഴിഞ്ഞ് പിന്നെ തൊട്ട് സ്പോർട്സിലായിരുന്നു, സ്വിമ്മിങ്ങിലായിരുന്നു. അങ്ങനെ നാഷണലിൽ സ്കൂൾ നാഷണൽ മെഡൽ വന്നു, ജൂനിയർ നാഷണൽ മെഡൽ വന്നില്ല, പോയി. പിന്നെ അത് കഴിഞ്ഞ് അലോഷ്യസ് കോളേജിൽ പഠിക്കുമ്പോഴാണ് ജയൻ ചേട്ടനുമായിട്ട് പരിചയപ്പെടുന്നതും പിന്നെ അലോഷ്യസ് സ്കൂളിൽ തന്നെ നമ്മൾ PDC ലാസ്റ്റ് ഇയർ കോളേജിൽ പഠിക്കുകയും ആ വർഷം തന്നെ നാഷണൽ പോവുകയും മെഡൽ വരികയും പിന്നെ അത് കഴിഞ്ഞ് ആർമിയിൽ സെലക്ഷനായി വിളിച്ചപ്പോ പോയി. അവിടെ ചെന്നപ്പോ റെയിൽവേ വിളിച്ചു. റെയിൽവേക്ക് ചെന്നപ്പോഴത്തേക്കിന് ആർമിയിലെ ജോലി പോയി. അങ്ങനെ അത് കഴിഞ്ഞ് റെയിൽവേക്ക് വന്നപ്പോഴത്തേക്കിന് സാമ്പത്തികമായിട്ട് ചോദിച്ചപ്പോ നമ്മുടെ ഇല്ലായിരുന്നു കൊടുക്കാൻ. എന്നെ കൊണ്ടുപോയി നമ്മുടെ അയലോക്കത്തെ ഒരാളാണ്. അങ്ങനെ അവിടെ ചെന്ന് ബോംബെ ചർണി റോഡിൽ വെച്ചായിരുന്നു. അപ്പം നീന്തിയെല്ലാം ഓക്കെയാണ്, പക്ഷെ അവർക്ക് സാമ്പത്തികം കൊടുക്കാൻ പറഞ്ഞത് നമ്മുടെ കാലഘട്ടത്തിൽ നമ്മളോട് ആവശ്യപ്പെട്ടത് കൊടുക്കാനായിട്ട്, അതായത് 25 വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പൊ എനിക്ക് 45 വയസ്സ്. അങ്ങനെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം എനിക്ക് ആശാരിപ്പണിയോട് താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആളുടെ പേര് വ്യക്തമാക്കുന്നില്ല, ചെന്ന് ചോദിച്ചപ്പോ പുള്ളി എന്നെ കളിയാക്കി വിട്ടു. അത് കഴിഞ്ഞ് നമ്മുടെ വേറെ ഒരു അയലോക്കത്തെ ഒരു ആശാരി ഉണ്ടായിരുന്നു, നമ്മുടെ ആശാനാണ്, ശ്യാമലാൽ എന്ന് പറയും. പുള്ളിയാണ് എനിക്ക് ദക്ഷിണ തന്നിട്ട് പുള്ളി എന്നെ പിടിപ്പിച്ചത്. പുള്ളിയോട് 6 മാസം പോയി കഴിഞ്ഞാണ് ഞാൻ നേരെ നമ്മുടെ ഒരു അമ്മാച്ചന്റെ ഊട്ടിയിൽ കെട്ടിച്ചിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ അവിടെ എല്ലാം ക്രിസ്ത്യൻസ് പണിയുന്നു. അങ്ങനെ അവരുടെ കുറെ നാള് പണിഞ്ഞ് അത് കഴിഞ്ഞ് അടുത്ത കോളേജ് വന്നു. അത് കഴിഞ്ഞ് ഈ ഫീൽഡ് എല്ലാം വിട്ടിരിക്കുന്ന സമയത്താണ് പിന്നെ ഞാൻ സ്പോർട്സിന്റെ എല്ലാം കഴിഞ്ഞു. നമ്മള് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേന് ആശാരിപ്പണി ചെയ്താലെന്നാണ്. അങ്ങനെ ഞാൻ 2 പൂമരശെടുത്ത് താല്പര്യത്തിലെടുത്ത് കട്ടിലുണ്ടാക്കി. ഇവിടെ ആൾക്കാർ കൊടുക്കുന്നതിനെക്കാട്ടിൽ 1000 രൂപ കുറച്ച്. അന്നത്തെ 4500 രൂപയ്ക്ക് കട്ടിൽ കൊടുത്ത വീടുകളൊക്കെ ഒത്തിരി പേർ വീടുണ്ട്. അങ്ങനെ കൊടുത്ത് പിന്നെ നമ്മള് പണികളായി. അങ്ങനെ എന്നെ വാട്ടർ അതോറിറ്റി ടെമ്പററി പോസ്റ്റിംഗ് ആയിട്ട് വാൽവ് ഓപ്പറേറ്റർ ആയിട്ട് വിളിച്ചു. അങ്ങനെ കുറെ നാൾ എടത്വായിൽ ചെയ്തോണ്ട് അവിടെ ജോലി ചെയ്ത സാർമാർക്കെല്ലാം വലിയ അവർക്കെല്ലാം ഫർണിച്ചറുകൾ കൊടുത്തു. അങ്ങനെ കൊടുത്ത് നമ്മൾ പിന്നെ വന്നപ്പോഴത്തേനാണ് ലൈഫ് ഗാർഡിന്റെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിലേക്ക് സ്പോർട്സുകാരെ എടുക്കുന്നെന്ന് പറഞ്ഞു. അങ്ങനെ തൃശ്ശൂർ ജില്ലക്ക് വേണ്ടി നീന്തി നമ്മള് അങ്ങനെ സെലക്ഷനായി. അതിപ്പോ 18 വർഷം ജോലിയാവുന്നു. ജീവൻ സുരക്ഷാ പ്രവർത്തനം ആലപ്പുഴ. ഞാൻ ബിജുവിനെ പലപ്പോഴും കണ്ടിട്ട് നാട്ടിൽ വെച്ചൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണാറുണ്ടെങ്കിലും ജോലി സംബന്ധമായിട്ട് കാണുന്നത് നമ്മൾ ആലപ്പുഴ ബീച്ചിൽ വെച്ചാണ് പലപ്പോഴും കാണുന്നത്. എനിക്ക് കാണുമ്പോഴത്തേക്ക് ഒത്തിരി സന്തോഷം. കാരണം നമ്മൾ തമ്മിൽ വളരെ സൗഹൃദമുള്ള ആളുകൾ ആ മേഖലയിൽ ജോലി ചെയ്യുന്ന കാണുമ്പോഴത്തേക്ക് ഒത്തിരി സന്തോഷം. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്ക് ബിജുവിൽ ഒരു കലാകാരനുണ്ടെന്നുള്ള കാര്യം മാത്രം എനിക്ക് അറിയില്ലായിരുന്നു. ഏതായാലും ഇവിടെ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് എന്താണ്? ഇത് ലാസ്യസഭ, അന്ത്യത്താഴമാണ്. ക്രിസ്തുവിന്റെ അന്ത്യത്താഴം എന്ന് പറയുന്നത് 8ാമത്തെ അന്ത്യത്താഴം. 8ാമത്തത്.
അത് ശരി. അപ്പൊ ഇതിപ്പം ചെയ്യുന്നത് എന്ത് തടിയില? ഇത് തേക്കയില ഞാൻ ചെയ്യത്തുള്ളൂ. തേക്കയില ചെയ്യത്തുള്ളൂ. എല്ലാരും പറയും കുമ്പിളെ ചെയ്യാൻ പറയും. അപ്പൊ കുമ്പിളെ ചെയ്യുമ്പോഴത്തേക്കിന് കുറച്ചുകൂടെ എളുപ്പമാണ്. അത് നമ്മുടെ ഈ സദാ കുമ്പിളല്ല, കാട്ടുകുമ്പിള് കിട്ടും. ഓ ശരി. അത് ഫോറസ്റ്റിന്റെ ഇതിൽ അനുവാദം ഇല്ലാതെ നമുക്ക് കാട്ടുകുമ്പിള് കിട്ടാൻ ചാൻസ് ഇല്ല. അത് കിട്ടിയാൽ തന്നെ അത് ചെയ്തു കഴിഞ്ഞാൽ എളുപ്പമാണ്, പണി എളുപ്പമാണ്, പക്ഷെ ലാസ്റ്റിംഗ് ഇല്ല. ഈ തേക്കിരിക്കുന്നതിന്റെ അത്ര ലാസ്റ്റിംഗ് ഒരിക്കലും വേറെ ഏത് തടിയെ ചെയ്താലും കിട്ടത്തില്ല, ആ ഫിനിഷിങ്ങും കിട്ടത്തില്ല. ഞാനാണ് ഒരെണ്ണം ചെയ്ത് ഇപ്പം നമ്മുടെ ഈ അടുത്ത് കൊടുത്ത പാലയിൽ അച്ചാന്റെ വീട്ടിലാണ് ഇപ്പൊ അടുത്ത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പുള്ളി അത് പുള്ളിയുടെ മോഹവില തന്നാണ്, പറയാൻ പറ്റത്തില്ല, മോഹവില തന്നാണ് പുള്ളി അത് വീട്ടിൽ അത് കൊണ്ടുപോയി. ഇപ്പൊ അത് കഴിഞ്ഞ് വേറെ ഒരെണ്ണം കൂടെ പുള്ളിയുടെ മോക്കും പുള്ളി എടുത്തിട്ടുണ്ട്. അത് ഏതാണ്ട് ഒരു 3-4 വർഷമായി പുള്ളി കൊണ്ടുപോയിട്ട്. ഇപ്പോഴും അത് ചെന്ന ആ തേക്കിന്റെ ഒറിജിനാലിറ്റി നമുക്ക് കാണാം. ശരി. അപ്പൊ നമ്മള് ഈ ഇതിലേക്ക് വന്നു കഴിഞ്ഞാല് നമ്മൾ ഇങ്ങനത്തെ ഒരു ദൃശ്യം ഈ രീതിയിലേക്ക് ആക്കണമെങ്കിൽ അതിന് എത്ര സമയം എടുക്കുന്ന ശില്പിയോട് ചോദിച്ചാൽ പറ്റത്തില്ല. എന്നാലും നമ്മുടെ സാധാരണഗതിയിൽ ഇത് ചെയ്യുന്നത് എപ്പോഴാണ്? അതുകൊണ്ടൊന്ന് പറഞ്ഞു. അത് ഇപ്പൊ ഞാനിപ്പോ ഡ്യൂട്ടിക്ക് പോയിട്ട് ഓഫുള്ള ദിവസം വരും, വന്നിട്ട് ചിലപ്പം പിറ്റേ ദിവസം ചിലപ്പം വല്ല പണിയുണ്ടെങ്കിൽ പണിക്ക് പോകും. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വന്ന് എന്റെ മൈൻഡ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ തടിയെടുക്കും, പെട്ടെന്ന് സെറ്റ് ചെയ്യും, ചെയ്തിട്ട് പെട്ടെന്ന് വരയ്ക്കും. വരച്ചിട്ട് അത് ചെയ്യേണ്ട രീതി എങ്ങനെ ചെയ്യും. പിന്നെ നമ്മുടെ മൂഡ് ഔട്ടായ പിന്നെ ചെയ്യത്തില്ല. ചിലപ്പോ ഒരാഴ്ച വരെ പണിയാതിരിക്കും. ഇതിപ്പം തുടങ്ങിയിട്ട് 1 വർഷത്തോളമായി. അത് ശരിയാ. നമ്മൾ അതിന്റെ ഒരു പെർഫെക്ഷന് വേണ്ടി നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഈ അന്ത്യത്താഴം വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ ഒരു 3D ഇമ്പാക്ട് നമുക്ക് കിട്ടത്തക്ക തരത്തിൽ തന്നെയാണ്. അത് 3 ഇഞ്ച് കനമുള്ള തേക്ക് പലകയാണ്. ആ പലകയാണ് കൃത്യമായിട്ട് അത് പൊഴിച്ച് അതിൻ്റെ അകത്ത് കൃത്യമായി പണിത് ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ വളരെ രസമാണ്. ഇതിൻ്റെ അകത്ത് നിന്ന് നേരെ ഇങ്ങനെ ചാടി മാറി നിൽക്കുന്നത് പോലെയാണ് ഓരോ രൂപങ്ങളും കാണുന്നത്. അപ്പൊ വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് ബിജു എന്ന് പറയുന്ന കലാകാരൻ എന്ന് പറഞ്ഞാൽ വെറും കലാകാരനല്ല, നിരവധി ആളുകളുടെ ജീവൻ രക്ഷിക്കുന്ന തീരപ്രദേശത്ത് നമ്മുടെ ബീച്ചുകളിൽ സേവനം ചെയ്യുന്ന ലൈഫ് ഗാർഡാണ്. കേരള ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ അവർ പ്രവർത്തിക്കുകയാണ്. നിരവധി ആളുകളെ നമ്മൾ ഈ പറയുന്ന ജോലി സംബന്ധമായിട്ട് നിങ്ങൾ ഈ ലൈഫ് ഗാർഡായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ ആളുകളുടെ ജീവൻ രക്ഷിച്ച് ഏതെങ്കിലും കാര്യങ്ങൾ ഓർക്കാനായിട്ട് പറ്റുന്നുണ്ടോ? ഒത്തിരി പേരുണ്ട്. നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ ഓർക്കാനായിട്ട് ഏറ്റവും സാഹസികമായിട്ട് രക്ഷിച്ചെന്ന് പറയാനായിട്ട് അങ്ങനത്തെ ഒരു ഞാൻ ഒരു 2-3 വർഷത്തിന് മുമ്പ് നമ്മുടെ കൈനകരിയിൽ നിന്നൊരു കൊച്ചിൻ തള്ളയും കൂടെ വന്നു. കുഞ്ഞാണ്, അങ്ങ് പെട്ടെന്ന് അങ്ങ് കൊച്ചു പിള്ളേർ പെട്ടെന്ന് അങ്ങ് ഓടും. കുറെ വരുന്ന അമ്മമാർക്ക് അവരെ പിടിക്കാൻ പറ്റത്തില്ല. അവരോടി നമ്മുടെ ആലപ്പുഴ ബീച്ച് സ്ലോപ്പായിരുന്നു, ഓടി ഇവളങ്ങ് ഇറങ്ങി അങ്ങ് പോയി, കടലെടുത്തോണ്ട് പോയി. അപ്പൊ ഞാൻ ഇവളെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു. ഞാൻ അവിടെ കൂടെ വന്നിട്ട് അവളെ സേവ് ചെയ്ത് എടുത്ത് കരയ്ക്ക് കൊണ്ടുവന്നു. ഇറങ്ങിപ്പോയി അവളങ്ങ് പോയി, കടലിലൂടെ പോയി. പിന്നെ നമ്മുടെ ദൈവഭാഗ്യവും അവരുടെ കുഞ്ഞിന്റെ ഭാഗ്യവും എന്താണോ, നമ്മുടെ കൈ കുഞ്ഞിനെ കെട്ടി കുഴപ്പമൊന്നുമല്ല കരയ്ക്ക് കൊണ്ടുവന്ന്. പക്ഷെ അവരാരും ഒരു നന്ദി വാക്ക് പോലും പറയത്തില്ല, അന്നേരം സ്ഥലം വിട്ടു. അവര് രക്ഷപ്പെട്ടതിന്റെ ഇതിൽ അവരാവേശത്തിൽ അവരങ്ങ് പോവുക. പക്ഷെ വിദേശികൾ അങ്ങനെയല്ല, അവര് ഭയങ്കരമായിട്ട് ഒത്തിരി അനുഭവം ഉണ്ടാവും. അവര് ഭയങ്കരമായിട്ട് നമ്മളെ നന്ദിയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. മലയാളീസ് ആ ഒരു രീതിയിൽ നന്ദിയുടെ കാര്യങ്ങൾ അവർക്ക് പൊതുവെ കുറവാണ്. അവർ ഉടനെ എസ്കേപ്പ് ആകാനാണ്, അവിടെ നിന്ന് എങ്ങനെങ്കിലും രക്ഷപ്പെടുക എന്നുള്ളതാണ്. നമ്മളിത് പറയുമ്പോൾ ഇന്നും ഇവിടെ പണിതുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ബിജുവിന്റെ പണിയുടെ കാര്യങ്ങൾ ചെയ്തു, നമുക്ക് അതും കൂടെ കാണാമല്ലോ. ഇപ്പൊ ചെയ്യുന്ന പരിപാടി ഇച്ചിരി കൂടെ തുടർന്നോട്ടെ. നമുക്ക് ഏതായാലും വളരെ സന്തോഷമുണ്ട്. എടത്വ പ്രദേശത്തുള്ള ഒരു കലാകാരൻ, പ്രത്യേകിച്ച് നിരവധി വർഷങ്ങളായിട്ട് അദ്ദേഹം ഈ മേഖലയിൽ സജീവമായിട്ടുണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ വൈകിപ്പോയത് എന്റെയൊക്കെ മിസ്റ്റേക്കാണ്. വളരെ മനോഹരമായ രീതിയിൽ ഇത്തരത്തിലുള്ള ശില്പങ്ങൾ, അത് തേക്ക് തടിയിലാണ് അദ്ദേഹം ചെയ്യുന്നത്. ആ ശില്പങ്ങളെ കൊത്തി അത് മനോഹരമായ രീതിയിൽ പോളിഷ് ചെയ്ത് ആവശ്യക്കാർക്ക് കൊടുക്കുക. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ ആളുകൾക്ക് ഇത് വാങ്ങിക്കുന്നതിന് യാതൊരു മടിയും ഉണ്ടാകത്തില്ല. അത്തരത്തിലും വളരെ മനോഹരമായ രീതിയിലാണ് ഒരു ശില്പി അവന്റെ മനസ്സ് മുഴുവൻ അല്ലെങ്കിൽ അവന്റെ സർവ്വതും ഒരു ശില്പം ഉണ്ടാക്കുന്നത്. നമ്മളിത് പറയുമ്പോഴും ബിജുവിന്റെ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിട്ട് വ്യാപകനായിരിക്കുകയാണ്. ബിജുവിന്റെ കുടുംബത്തിലെ ആളുകളെ കുറിച്ച് കൊണ്ടൊന്ന് പറഞ്ഞേക്കാവോ? എനിക്ക് ഞങ്ങളിവിടെ മൊത്തം 4 പേരാണ്. 4 പേരിൽ എന്റെ പെങ്ങളെ കെട്ടിച്ചു വിട്ടു. അത് കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിച്ചിട്ട് ഇപ്പം നവംബർ 28 ആകുമ്പം 20 വർഷമാവും. 20 വർഷമാവും. നമുക്ക് കണ്ടാലൊരു പയ്യനായിട്ട് തോന്നത്തുള്ളൂ. 20 വർഷമായി. എന്റെ മോന്റെ പേര് കെന്നത്ത് എന്നാണ്. അവനിപ്പം +2 കഴിഞ്ഞു. ഇടത്ത് ITL RR ബിൽഡിങ്ങിന്റെ പഠിച്ചിട്ട് അണ്ടർ വാട്ടർ ബിൽഡിങ്ങിന് പോകാൻ തയ്യാറെടുക്കുന്നു.
മോള് +1 തലവടിയിലാണ് പഠിക്കുന്നത്. വൈഫിന്റെ പേര് അന്നമ്മ മത്തായി, റോണിന്ന് നമ്മൾ വീട്ടിൽ വിളിക്കും. ആള് തിരുവല്ല മംഗലശ്ശേരിയിൽ വീട്ടിൽ കഴിച്ചിരിക്കുന്നത്. കുടുംബത്തിന്റെ ഒക്കെ എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും ഒക്കെ ഉണ്ട്. ഇവിടേക്ക് വരുമ്പോൾ തന്നെ മനോഹരമായ രീതിയിൽ നിറയെ ചെടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ചെടി വർഷങ്ങൾക്ക് മുമ്പേ, അതായത് 10-20-25 വർഷത്തിന് മുമ്പേ ചെടി വെക്കുന്ന ഒരു ആളായിരുന്നു. ഇപ്പം കുറച്ച് നാൾ കൊണ്ട് പിന്നെ അതിനോടും ഭയങ്കര കമ്പം. ഒത്തിരി ചെടികൾ കണ്ടാൽ മേടിക്കും, വെക്കും, എല്ലാം ചെയ്യും. നമ്മുടെ ഈ വീടിന്റെ ഈ പറയുന്ന കതകും അതുപോലെ ഈ കാണുന്ന ഡിസൈൻ വർക്കുകളും ഒക്കെ ചെയ്തേക്കുന്നത് ബിജുവാണ്. വീടിനകത്ത് കുറെ ഫർണിച്ചറുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. ഇതെല്ലാം ചെയ്തേക്കുന്ന ബിജു തന്നെ. അപ്പൊ തീർച്ചയായിട്ടും അതൊരു വളരെ മുടുക്കനായിട്ട് തന്നെ അത് പഠിക്കണമെന്നൊരു ആഗ്രഹത്തിൽ, അല്ലാതെ കുടുംബത്തിൽ ജനിച്ച അങ്ങനെ ആരെങ്കിലും ഒരു പ്രത്യേകിച്ചുള്ള പിന്തുണയിലല്ല, സ്വന്തമായിട്ടുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് ബിജു ഈ മേഖലയിലേക്ക് കടന്നു വന്നത്. വളരെ മനോഹരമായ ചിത്രങ്ങളാണ്. നമ്മൾ ഈ വീഡിയോകളിൽ പരിചയപ്പെടുത്തുന്ന ഓരോ ജീവിതങ്ങളും സമൂഹത്തിന് ഒത്തിരിയധികം പ്രചോദനം നൽകുന്നതാണ്. നമ്മുടെ എടത്തുവായ്ക്ക് സമീപം തലവടി ആനപ്പുറമ്പാൽ സ്വദേശിയായ കേരള ഗവൺമെന്റിന്റെ ലൈഫ് ഗാർഡായി ആലപ്പുഴയിൽ ഇപ്പോൾ സേവനം ചെയ്യുന്ന, തീരത്ത് ബീച്ചിൽ വരുന്ന ആളുകൾക്ക് ബിജുവിനെ കാണാൻ സാധിക്കും. വളരെ ചുറുചുറുക്കോട് കൂടി സേവനം ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ബിജുവിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുന്നു. ഭംഗിയായിട്ടുള്ള കൂടുതൽ ചിത്രങ്ങൾ ലോകത്തിന് അല്ലെങ്കിൽ ആവശ്യക്കാർക്ക് കൊടുക്കാനായിട്ട് ബിജുവിന് സാധിക്കട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് ആശംസിക്കുന്നു. നാടിന്റെ നന്മയുള്ള ഇത്തരത്തിലുള്ള വ്യക്തികളെയും ഇത്തരത്തിലുള്ള വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി. ഓക്കെ ചേട്ടാ.